ഡിയർ സ്റ്റുഡൻസ്, മെറ്റീരിയൽ സയൻസ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ എന്ന സബ്ജക്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യണം. നമ്മൾ മുമ്പ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് സിമ്പിൾ ലോഡിംഗ് കേസുകളെ കുറിച്ചായിരുന്നു. ഇനി നമുക്ക് കോംപ്ലക്സ് ലോഡിംഗ് കേസുകളെ കുറിച്ച് നോക്കാം. ഇത്തരം സന്ദർഭങ്ങളിൽ ഷിയർ ഫോഴ്സ് ഡയഗ്രം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രം എന്ന് വരയ്ക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഇത്തരം ക്വസ്റ്റ്യനുകൾ സോൾവ് ചെയ്യാൻ നമുക്ക് എളുപ്പം. ഇതിനായിട്ട് നമ്മൾ ഒരു ആർബിട്രറി ലോഡ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ബീം കൺസിഡർ ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിലൊരു ചെറിയ സെക്ഷൻ ഡി എക്സ് എടുത്ത് അനലൈസ് ചെയ്യാം. ഇതാണ് ഇവിടെ പറഞ്ഞ ഡി എക്സ് എന്നുള്ള സെക്ഷൻ. ഈ സെക്ഷനിൽ നമ്മൾ അപ്ലൈ ചെയ്ത യൂണിഫോം ആയിട്ടുള്ള അപ്ലൈ ചെയ്ത ആർബിട്രറി ലോഡിനെ നമ്മൾ അതിന് ഇൻറ്റൻസിറ്റി വെച്ചിട്ട് നമ്മൾ മാറ്റി ഒരു കോൺസ്റ്റന്റ് ലോഡാക്കി മാറ്റി. അതാണ് ഡബ്ല്യു ഡി എക്സ്. അതിനുശേഷം നമ്മൾ ഈ ഒരു ഫ്രീ ബോഡി ഡയഗ്രത്തിൽ നമ്മൾ ഇതിൻ്റെ എല്ലാ റിയാക്ഷൻസും അതുപോലെ തന്നെ അനുഭവപ്പെടുന്ന ഫോഴ്സുകളും അടയാളപ്പെടുത്തി. അതായത് നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുന്ന സമയത്തുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബീമിൽ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാനായിരുന്നു. ഇങ്ങനെ നമ്മൾ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഇക്വേഷനാണ് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്നതും അതുപോലെ ഡി എം ബൈ ഡി എക്സ് ഈക്വൽ ടു വി എന്നതും. ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ഷിയർ ഫോഴ്സ് കർവ് അറ്റ് എ ഗിവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു മൈനസ് ദ ഡിസ്ട്രിബ്യൂട്ടർ ഫോഴ്സ് എന്നതും ഡി എം ബൈ ഡി എക്സ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് സ്ലോപ്പ് ഓഫ് ദ ബെൻഡിങ് മൊമെന്റ് കർവ് അറ്റ് എ ഗിവൺ പോയിന്റ് ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് എന്നതാണ്. അതായത് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് കാണുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ ലോഡിന്റെ വാല്യൂം അതുപോലെ തന്നെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിന്റെ സ്ലോപ്പ് കാണുന്ന സമയത്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സിന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനെ വികസിപ്പിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് v2 മൈനസ് v1 ഈക്വൽ ടു മൈനസ് ഓഫ് x1 ടു x2 w dx എന്നും അതുപോലെ തന്നെ m2 മൈനസ് m1 ഈക്വൽ ടു ഇന്റഗ്രൽ x1 ടു x2 v dx എന്നും കിട്ടും. ഇതിൽ v2 മൈനസ് v1 എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഷിയർ ഫോഴ്സ് ബിറ്റ്വീൻ ടു പോയിന്റ്സ്. അങ്ങനെ നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ രണ്ട് പോയിന്റ്സുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ലോഡിംഗ് ഡയഗ്രം ആയിരിക്കും. അതേ കറസ്പോണ്ടിങ് രണ്ട് പോയിന്റ്സിന്റെ ഇടയിലുള്ള ഏരിയയ്ക്ക് തുല്യമായിരിക്കും. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് എന്ന് പറയുന്നത് ഏരിയ അണ്ടർ ഷിയർ ഫോഴ്സ് ഡയഗ്രം ബിറ്റ്വീൻ ടു പോയിന്റ്സ്. അതായത് ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെന്റ് കാണുന്ന ഭാഗത്തുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡായിട്ടുള്ള 8 കിലോ ന്യൂട്ടൺ 6 മീറ്ററിലും അതുപോലെ ഒരു കോൺസ്റ്റന്റ് ലോഡ് 36 കിലോ ന്യൂട്ടൺ 2 മീറ്റർ കഴിഞ്ഞിട്ടും അനുഭവപ്പെടുന്നുണ്ട്. ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡിങ് മൊമെന്റ് കർവുകളാണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഫ്രീ ബോഡി ഡയഗ്രം ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അപ്ലൈ ചെയ്ത ഭാഗത്തെ ബെൻഡിങ് മൊമെന്റ് കർവ് എന്ന് പറയുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ടാണ് കിട്ടുന്നത്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ കാണിച്ചത് -4x² + 34x + 68 എന്നുള്ളത്. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് -8x + 34 എന്ന് കിട്ടും. ഡി എം ബൈ ഡി എക്സ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക. ഡി എം ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ആണെന്ന് നമുക്കറിയാം. അപ്പൊ -8x + 34 എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ഓഫ് എക്സ് ആയിരിക്കും. അതായത് ഈ ബെൻഡിങ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് കിട്ടുക എന്നാണ് പറഞ്ഞത്. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉണ്ടോ? ഈ ഒരു പോയിന്റിൽ നമ്മൾ ഇതുപോലെ ഫ്രീ ബോഡി വരച്ച് നമ്മൾ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഭാഗത്തെ ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് -8x + 34 എന്നാണ് കിട്ടുക. അപ്പൊ എന്താ പറഞ്ഞത്? നമ്മൾ ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ബെൻഡിങ് മൊമെന്റ് ഇക്വേഷൻ ഡിഫറൻഷിയേറ്റ് നമുക്ക് എന്താ കിട്ടുക? അവിടുത്തെ ഷിയർ ഫോഴ്സ് ഡയഗ്രം ആണ് കിട്ടുക. വീണ്ടും നമ്മൾ ഈ ഇക്വേഷൻ വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഡി വി ബൈ ഡി എക്സ് ഈക്വൽ ടു -8 എന്ന് കിട്ടും. ഈ -8 എന്ന് പറയുന്നത് എന്താണ്? കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അതായത് ഈ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അപ്ലൈ ചെയ്ത സ്ഥലത്ത് കിട്ടുന്ന എന്ത് വാല്യൂവിന് സെയിം ആണെന്നാണ് പറഞ്ഞത്? ഇവിടെയുള്ള അപ്ലൈഡ് ലോഡിന് സെയിം ആണ്, അതായത് 8 ഉണ്ടോ? അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. നമ്മൾ വേറൊരു മെത്തേഡും പറഞ്ഞു, ഏരിയ മെത്തേഡ്. ഞാൻ ഏരിയ മെത്തേഡ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഏരിയ മെത്തേഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? v2 - v1 ഈക്വൽ ടു -ഇന്റഗ്രൽ ഓഫ് x1 ടു x2 w dx ഉം m2 - m1 ഈക്വൽ ടു
ഇന്റഗ്രൽ ഓഫ് x1 to x2 v dx ആണ് നമുക്കുള്ളത്. നമ്മൾ ഈ ഏരിയ മെത്തേഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിടാം ഈ ഒരു പോയിന്റ്, അതായത് ഈ ഒരു 34 കിലോ ന്യൂട്ടണും ഈ ഒരു 8 കിലോ ന്യൂട്ടണും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് 68 ആണ്. ഈ 68 എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ബെൻഡിങ് മൊമെന്റിന്റെ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള വ്യത്യാസം സെയിം ആണെന്നാണ് പറഞ്ഞത്. ഇവിടെ നോക്കുക, ഈ ഒരു പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെ കിട്ടുന്ന ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 68 ആണ്. അതായത് ഇവിടുത്തെ ഏരിയ എന്ന് പറയുന്നത് ഇവിടുത്തെ ചേഞ്ച് ഇൻ ബെൻഡിങ് മൊമെന്റിന് ഈക്വൽ ആണ്. നമുക്ക് ഒന്നുകൂടി ക്ലോസ് ചെയ്ത് നോക്കാം. ഈ ഒരു ഷിയർ ഫോഴ്സ്, ഈ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അപ്ലൈ ചെയ്യുന്ന സമയത്തുള്ള ഷിയർ ഫോഴ്സ് ഡയഗ്രാം ഇവിടെ കാണിച്ച്, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇത് പോസിറ്റീവ് ഏരിയ ആണ്, ഇത് നെഗറ്റീവ് ഏരിയ ആണ്. ഈ പോസിറ്റീവ് ഏരിയ നെഗറ്റീവ് ഏരിയ കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് 60 എന്ന് കിട്ടും. ഈ 60 എന്ന് പറയുന്നതും ആ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ബെൻഡിങ് മൊമെന്റ് വ്യത്യാസം സെയിം ആണ്. ഇവിടെ 68ഉം 128 ആണ്. ഇവ നമ്മുടെ ഡിഫറൻസ് പറഞ്ഞാൽ 60 ആണ്. അപ്പോൾ ഇവിടെ ഈ ഏരിയ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ബെൻഡിങ് മൊമെന്റിലെ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള ഏരിയയ്ക്ക് സെയിം ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് പറഞ്ഞ ഇക്വേഷൻ രണ്ട് വെരിഫൈ ആണ് ഇവിടെ ചെയ്തത്. ഇനി നമുക്ക് ഒരു റിലേഷൻ കൂടി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതായത് ഈ ഒരു പോയിന്റിൽ ഷിയർ ഫോഴ്സിന്റെ വാല്യൂ എന്താണ്? 0 ആണ്. അതായത് dm by dx ഈക്വൽ ടു 0 ആയിട്ട് കിട്ടുന്ന സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? മാക്സിമം ബെൻഡിങ് മൊമെന്റ് ഉള്ള പോയിന്റ് ആയിരിക്കും കിട്ടുക. ഇവിടെ നോക്കുക, ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് ചെയ്യുക? മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടുക. അതല്ലെങ്കിൽ മിനിമം ഓഫ് ബെൻഡിങ് മൊമെന്റ്. അതായത് വെൻ ഷിയർ ഫോഴ്സ് ഈസ് മിനിമം, the bending moment curve will be local minimum or local maximum. ഇത്തരത്തിൽ നമുക്ക് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തെയും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തെയും ഒന്നുകൂടി വ്യക്തമായ രീതിയിൽ വിലയിരുത്താൻ നമുക്ക് ഈ ഒരു റിലേഷൻ കൂടെ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പറഞ്ഞ റിലേഷൻസ് ഒരു ടേബിൾ ആയിട്ട് ലിസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ലോഡ്, ഷിയർ ഫോഴ്സ്, ബെൻഡിങ് മൊമെന്റ് എന്നുള്ള 3 ടേബിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ലോഡ് പോയിന്റ് ലോഡാണ്. പോയിന്റ് ലോഡിന്റെ കേസിൽ നോക്കാം, ഇവിടെ ഈ ഒരു പോയിന്റിൽ മാത്രമാണ് എന്ത് വരുന്നത്? നമ്മുടെ ലോഡിന്റെ അപ്ലിക്കേഷൻ വരുന്നത്. അപ്പോൾ ഈ ലോഡിന്റെ അപ്ലിക്കേഷൻ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ത്രൂ ഔട്ട് ലെങ്ത്തിൽ നമുക്ക് അനുഭവപ്പെടും. പക്ഷേ ഇവിടെ നോക്കുക, വേറെ ഒരു ഫോഴ്സും ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒറ്റ ഫോഴ്സ് കാരണമാണ് ഈ ബീമിൽ ഉണ്ടാകുന്ന ഡിഫ്ലക്ഷൻ വരുന്നത്. അപ്പോൾ ഈ ഒരു ലെങ്ത്തിന് എന്ത് ചെയ്യുന്നില്ല? ഈ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഈ ഷിയർ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ലീനിയർ ആയിട്ടായിരിക്കും ഇവിടെയുള്ള ഇന്റൻസിറ്റി നമുക്ക് അനുഭവപ്പെടുക. അതാണ് ഇവിടെ കാണിച്ചത്, ലീനിയർ ആയിട്ട്. ഈ ഒരു വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് മേലെ ഇങ്ങനെ കാണിച്ചത് പോസിറ്റീവായിട്ട്. അപ്പോൾ പോയിന്റ് ലോഡിന്റെ കേസിൽ നമ്മുടെ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ x raised to 0 എന്ന് കാണിച്ചത്. എക്സിന്റെ പവറിൽ 0 വന്ന് ഞാൻ അർത്ഥം എന്താ? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ്. x raised to 0 എന്ന് പറഞ്ഞാൽ വാല്യൂ എന്താണ്? 1 ആണ് അല്ലേ. അപ്പോൾ ആ കർവ് എന്ന് പറയുന്നത് ലീനിയർ ആയിരിക്കും. അതാണ് നമ്മൾ ലീനിയർ ആയിട്ട് വരച്ചത്. അതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് ലൈൻ എന്ന് പറയുന്നത് ലീനിയർ ലൈൻ ആയിരിക്കും. അടുത്ത ഇതേ ഒരു പോയിന്റ് ലോഡിന്റെ ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുന്ന സമയത്ത് നോക്കുക, ഈ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബെൻഡിൽ എന്താ? നമ്മുടെ ഹോഗിങ് ആണ് സംഭവിക്കുന്നത് അല്ലേ. ഹോഗിങ് എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ് മൊമെന്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ താഴോട്ട് വരച്ചത്. താഴോട്ട് വരച്ചു. ഇനി എന്താ? മൊമെന്റ് കാണുമ്പോൾ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലേ. ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ പി ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്ത്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആ എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത കാരണം എക്സിന്റെ പവറിൽ എന്ത് വരും? 1 എന്ന് വരും. അപ്പോൾ ഇങ്ങനെ എക്സിന്റെ പവറിൽ 1 വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ എന്താ? ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രേറ്റ് ലൈൻ ആയിട്ട് ഇവിടെ കാണിച്ചത്. ഇനി അടുത്താണ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ കേസാണ്. യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡിന്റെ കേസ് എന്ന് പറയുമ്പോൾ ഈ ത്രൂ ഔട്ട് ഈ ഒരു ഏരിയയിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെങ്ത്തിന് എന്തായിരിക്കും? ഡിപ്പെൻഡ് ആയിരിക്കും. അതുകൊണ്ടാണ് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിൽ x raised to 1 വരാൻ കാരണം നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഏതെങ്കിലും സെക്ഷനിലെ ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ആ ഒരു ഇക്വേഷൻ, ആ ഒരു ലൈൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. കാരണം x raised to 1 വന്നു കഴിഞ്ഞാൽ എന്താ? സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ ഐഡന്റിക്കൽ ആണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് കേസിൽ ഇവിടെ x raised to 1 വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? x raised to 2 വരും. കാരണം ഇവിടുന്ന് പവർ ഇൻക്രീസ് ചെയ്തിട്ടാണ് ബെൻഡിങ് മൊമെന്റിലോട്ട് എത്തുന്നത്. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ കർവ് എന്ന് പറഞ്ഞാൽ എപ്പോഴും പരാബോളിക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ബെൻഡിങ് മൊമെന്റ് വരയ്ക്കുന്ന സമയത്ത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ കേസിൽ എന്തായിരിക്കും? പരാബോളിക് കർവ് ആയിരിക്കും. അതാണ് നിങ്ങൾക്ക് തൊട്ട് മുമ്പേ ഒരു പരാബോളിക് കർവ് കിട്ടാൻ കാരണം ഇവിടെ എന്തായിരുന്നു? ഈ ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടർ ലോഡായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ പരാബോളിക് കർവ് കിട്ടിയത്. ഓക്കെ, അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോംലി വേരിയിങ് ലോഡാണ്. യൂണിഫോംലി വേരിയിങ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോഡ് എന്ന് പറയുന്നത് എക്സിന്റെ പവറിന് 1 ഡിപ്പെൻഡ് ആണ്. അതായത് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഇന്റൻസിറ്റി പറഞ്ഞാൽ എക്സിനെ ഡിപ്പെൻഡന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഷിയർ ഫോഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയറിലാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ എക്സ് സ്ക്വയറിന്റെ കർവ് എന്തായിരിക്കും? പരാബോളിക് കർവ് ആയിരിക്കും. ഇവിടെ എക്സ് സ്ക്വയർ വന്നുകൊണ്ട് തന്നെ ബെൻഡിങ് മൊമെന്റ് കർവ് എന്തായിരിക്കും? എക്സ് ക്യൂബ് ആയിരിക്കും. അപ്പോൾ എന്താ? ക്യൂബിക്കൽ കർവ് ആയിരിക്കും. അതായത് നമ്മൾ ആ കർവിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സ്റ്റീപ്പ് ആയിട്ടായിരിക്കും അനുഭവപ്പെടുക. ഇത്രയാണ് നമ്മുടെ റിലേഷൻ ബിറ്റ്വീൻ ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത്. ഈ ഒരു ഇക്വേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ബുദ്ധിമുട്ടുള്ള
ലോഡിംഗ് ഒക്കെ വരുന്ന സമയത്താണ്, അതായത് ഇപ്പോൾ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടർ ലോഡ്, യൂണിഫോം വേരിയങ് ലോഡ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്തത് ശരിയാണെന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് രണ്ട് ഷിയർ ഫോഴ്സ് ഡയഗ്രത്തെയും ബെൻഡ് മൊമെന്റ് ഡയഗ്രത്തെയും നമ്മൾ വിലയിരുത്തുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇതിലൊരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് ലോഡോ അല്ലെങ്കിൽ ഇതേപോലെ കോൺസെൻട്രേറ്റഡ് മൊമെന്റുകളോ വരുന്ന സമയത്ത്, ഇപ്പോൾ ഇവിടെ കോൺസെൻട്രേറ്റഡ് ലോഡ് മാത്രമേ വന്നിട്ടുള്ളൂ, ഇതേ വരി നമ്മൾ ഈ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റഡ് മൊമെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ തന്നെ ആ കോൺസെൻട്രേറ്റഡ് മൊമെന്റ് വരുന്ന സമയത്ത് നമ്മൾ ഷിയർ ഫോഴ്സ് ഡയഗ്രത്തിലും ബെൻഡ് മൊമെന്റ് ഡയഗ്രത്തിലും ഒരു എന്താ പറയുക പെട്ടെന്നുള്ളൊരു ചാട്ടമാണ് നമുക്ക് അനുഭവപ്പെടുക. അപ്പോൾ ഇത്തരം പോയിന്റുകളിൽ നമുക്ക് ഒരിക്കലും ഈ ഒരു ഇക്വേഷൻസ് എന്ത് ചെയ്യുക, ബാധകമല്ല. അതായത് ഇങ്ങനെ കോൺസ്റ്റന്റ് ലോഡോ കോൺസ്റ്റന്റ് മൊമെന്റോ വരുന്ന സമയത്ത് നമുക്ക് ഈ പറഞ്ഞ ഇക്വേഷൻസ് ഉപയോഗിക്കാൻ പറ്റില്ല. കണ്ടിന്യൂസ് ആയിട്ട് ലോഡിങ് വരുന്ന സമയത്ത് നമുക്ക് ഈ രണ്ട് ഇക്വേഷൻസ് ഉപയോഗിച്ച് ഷിയർ ഫോഴ്സ് ഡയഗ്രം ബെൻഡ് മൊമെന്റ് ഡയഗ്രം വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു കാര്യം കൂടി മനസ്സിലോട്ട് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.